അപ്പോൾ കർക്കിടകം എന്ന് പറയുന്ന രാമായണ മാസത്തിൽ അയോധ്യയിലെ ശ്രീരാമ ജന്മഭൂമിയിൽ നിന്നും ദീപസ്വരൂപമായി ഭഗവാൻ വരുന്നു. ആ രഥപ്രയാണത്തിൽ ഒരു ഭക്തന് എന്തെല്ലാമാണ് ചെയ്യാൻ സാധിക്കുക, എങ്ങനെയാണ് പങ്കെടുക്കാൻ സാധിക്കുക എന്നുള്ളതിനെക്കുറിച്ചാണ്. അപ്പം ദീപസ്വരൂപമായിട്ട് വരുന്ന ഭഗവാൻ രഥത്തിലാണ് ആനയിക്കപ്പെടുന്നത്. ക്ഷേത്രങ്ങളിലും ഓരോ കേന്ദ്രങ്ങളിലേക്കും വരുന്ന സമയത്ത് ഭക്തർ കുടുംബസമേതം പങ്കെടുക്കേണ്ടതാണ്. കുടുംബസമേതം പങ്കെടുക്കുന്ന ഭക്തർക്ക് പഞ്ച ഉപചാരങ്ങൾ ചെയ്യാനുള്ളൊരു അവസരമാണ് രഥത്തിലുള്ളത്. താലപ്പൊലിയോടുകൂടെ ഭഗവാനെ ഈ രഥത്തെ സ്വീകരിച്ച് ശേഷം ശ്രീരാമസ്വാമിയുടെ രാമായണത്തിലെ സന്ദേശങ്ങളെല്ലാം വിവരിക്കുന്ന ഒരു സത്സംഗമായിട്ട് ചേരുന്നു. തുടർന്ന് പുഷ്പാഞ്ജലി എന്ന് പറയുന്ന ഒരു ഉപചാരമാണ്. എല്ലാവരുടെ കൈകളിലും പുഷ്പം തന്ന് മഹാസങ്കല്പം ചൊല്ലിക്കൊടുത്ത് അത് ഭക്തരും കുടുംബസമേതം ഏറ്റുചൊല്ലി ഭഗവാനോട് പ്രാർത്ഥിച്ച് ആ പുഷ്പത്തെ ഭഗവാന്റെ പാദുകത്തിലും ദീപസ്വരൂപമായിട്ടുള്ള ഭഗവാന് മുന്നിലേക്കും അർച്ചിക്കുന്നതിനെയാണ് പുഷ്പാഞ്ജലി എന്ന് പറയുന്നത്. തുടർന്ന് നാമാഞ്ജലി എന്ന് പറയുന്നതാണ്. ഓം ശ്രീരാം ജയറാം ജയ ജയറാം എന്ന നാമം 108 തവണ എഴുതി പേപ്പറിൽ എഴുതി അതിനെ മാല കെട്ടി അതിൽ ആഞ്ജനേയ സ്വാമിയുടെ വിഗ്രഹമുണ്ട്, ദീപസ്വരൂപമായിട്ടുള്ള ഭഗവാനുണ്ട്, ആ ഭഗവാന്റെ മുന്നിലേക്ക് അത് സമർപ്പിക്കുന്നു എന്നുള്ളതാണ് നാമാഞ്ജലി. കർക്കിടക മാസത്തിന് ശേഷം ഈ എഴുതിയ മാലയാക്കി തന്ന ഭഗവാന്റെ അത്രയും മാലകൾ മുഴുവനും അയോധ്യയിൽ ശ്രീരാമഭക്ത മണ്ഡലി സമർപ്പിക്കുന്നതാണ്. തുടർന്നുള്ളതാണ് ദീപാഞ്ജലി എന്ന് പറയുന്നത്. ഭഗവാൻ ദീപസ്വരൂപമായിട്ടാണ് വന്നിരിക്കുന്നത്. ആ ദീപത്തിൽ നിന്നും ചരാതുകളിലേക്ക് ദീപങ്ങൾ പകർന്ന് കുടുംബസമേതം അവിടെ പങ്കെടുക്കുന്ന എല്ലാ ഭക്തർക്കും ഭഗവാന് ആരതി ഗാനത്തോടുകൂടെ ദീപത്തെ ഒഴിയുന്നതാണ് ദീപാഞ്ജലി എന്ന് പറയുന്ന ആ ഒരു ഉപചാരമായിട്ട്. അങ്ങനെ പഞ്ച ഉപചാരങ്ങളും ചെയ്യുന്ന ഭക്തർക്ക്, കുടുംബസമേതം ചെയ്യുന്ന ഭക്തർക്ക് തങ്ങളുടെ വീടുകളിലേക്ക് ഭഗവാനെ ആനയിച്ചു കൊണ്ടുപോകാനുള്ളൊരു അവസരവും കൂടെ ലഭിക്കുകയാണ്. ഭഗവാൻ തൻ്റെ ജന്മഭൂമിയിൽ നിന്നും എഴുന്നള്ളിയ ഭഗവാനെ ദീപമായി പകർന്നുകൊണ്ട് അവരവരുടെ വീട്ടിലേക്ക് കൊണ്ടുപോയി കർക്കിടക മാസം പൂർണ്ണമായും മുഴുവനായും രാമായണ മാസ ആചരണങ്ങൾ നമുക്ക് ചെയ്യാവുന്നതാണ്. അപ്പോൾ ഈ ദീപം നമ്മുടെ വീട്ടിലേക്ക് കൊണ്ടുപോകുന്നു, ഭഗവാനെ ആനയിക്കുന്നു. ആ ദീപത്തിൻ്റെ മുന്നിലിരുന്നു കൊണ്ട് രാമായണ പാരായണം, ശ്രീരാമ നാമജപയജ്ഞങ്ങൾ, ശ്രീരാമ അഷ്ടോത്തരം, വിശിഷ്യ ഈ ശ്രീരാമ അഷ്ടോത്തരം നമ്മൾ ചൊല്ലുന്നത് വളരെയേറെ നമുക്ക് നല്ലതാണെന്നാണ് പറയുന്നത്. അപ്പോൾ ആ ഒരു മാസക്കാലം മുഴുവനും കുടുംബസമേതം ഭഗവാന്റെ മുന്നിൽ, ദീപസ്വരൂപമായിട്ടുള്ള ഭഗവാന്റെ മുന്നിൽ ഇരുന്നു കൊണ്ട് ഈ ഒരു ആചരണം ചെയ്യുമ്പോൾ നമ്മുടെ കുടുംബത്തിലുണ്ടാകുന്ന ഐശ്വര്യവും ശാന്തിയും സമാധാനവും ധർമ്മബോധവും മൂല്യാധിഷ്ഠിതമായിട്ടുള്ള സംസ്കാരത്തെയും എല്ലാം നമുക്ക് തിരിച്ചു കൊണ്ടുവരുവാൻ സാധിക്കുന്നതായിട്ട് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. അപ്പോൾ ഇത്തരത്തിലുള്ള പഞ്ച ഉപചാരങ്ങളും ഭഗവാനെ തന്നെ തങ്ങളുടെ വീട്ടിലേക്ക് ആനയിച്ചു കൊണ്ടുപോകാനുള്ള പുണ്യ അവസരവും കൂടെയാണ് ഈ ശ്രീരാമദീപ പ്രയാണത്തിൽ ഒരുക്കിയിരിക്കുന്നത്.